ഏതാനും ആഴ്ചകൾ മുമ്പ് ഇവിടെ ധാരാളം വെള്ളരിച്ചെടികളുണ്ടായിരുന്നു. കുറേ പൂക്കളിട്ടു, കായുള്ള പൂവും കായില്ലാത്ത പൂക്കളൊക്കെ ഉണ്ടായി, അതൊക്കെ കൊഴിഞ്ഞു പോയി, ചെടിയും പോയി. ഇപ്പോൾ ഇതാ പുതിയൊരു ചെടി ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ജാതി പ്രാണികൾ കണ്ടില്ലേ. പിന്നെ ആ വര കാണുന്നതൊക്കെ ചിത്രകീടങ്ങളുടെ ആക്രമണമാണ്, ലീഫ് മൈനർ എന്ന് പറയും. പിന്നെ ചെടി നന്നായിട്ട് വളരുന്നുണ്ട്, പക്ഷേ പടരുന്നുമുണ്ട്. അപ്പോൾ എനിക്കൊരു വിഷമം, ഇത് കഴിഞ്ഞ തവണ കുറേ എണ്ണം ഉണ്ടായിട്ട് ഒന്നും കായ്ച്ചില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് വിശദമായിട്ട് തിരഞ്ഞു നോക്കി. അപ്പോൾ അതിൽ കുറേ ഉപകാരമുള്ളതെന്ന് തോന്നുന്ന വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും, ഞാൻ പങ്കുവയ്ക്കാം. അത് മുഴുവൻ ഞാൻ പരീക്ഷിച്ചിട്ടില്ല, അതിന് അടുത്ത് തന്നെ ഓരോന്നായിട്ട് പരീക്ഷിക്കും. അപ്പോൾ ഇതിനിപ്പോൾ തൽക്കാലം ചെയ്തത്, ഇവിടെ ഒരു ഓർഗാനിക് സ്പ്രേ ഉണ്ട്, അതെടുത്ത് അടിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതത്ര എന്താ പറയുക, കീടനാശിനിയുടെ ലെവലിലുള്ള സാധനമല്ല. അതുകൊണ്ട് കീടങ്ങൾ പെട്ടെന്ന് പോകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തായാലും തിരഞ്ഞു നോക്കിയപ്പോൾ കിട്ടിയ വിവരങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. വിത്ത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറഞ്ഞത് 6-8 മണിക്കൂർ നേരിട്ട് വെയിൽ ലഭിക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക. അതങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കണേ, അവിടെ 6-8 മണിക്കൂർ വെയിൽ എന്തായാലും കിട്ടുന്നൊരു സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കണേ. പിന്നെ മണ്ണിൽ ധാരാളം ജൈവവളം ചേർത്ത് തടമൊരുക്കുക. കുമ്മായം ചേർക്കുന്നത് മണ്ണിൻ്റെ പുളിപ്പ് കുറയ്ക്കാൻ, അസിഡിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്ന എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ജൈവവളം ഉപയോഗിച്ചിരുന്നു, ചാണകപ്പൊടി ഒക്കെ ഉപയോഗിച്ചിരുന്നു, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കുമ്മായം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ചെറിയ നെഗറ്റീവാണ്. കുമ്മായം ചേർക്കണതിന് പകരം ഞാൻ ആലോചിക്കുന്നത് മുട്ടത്തോട് പൊടിച്ച് ചേർക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് തുടങ്ങിയതാണ് മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ആദ്യം മോട്ടാർ ആൻഡ് പെസിൽ ഉപയോഗിച്ചിട്ടാണ് പൊടിച്ചിരുന്നത്. ഭയങ്കര മെനക്കേടാണ്, അതുകൊണ്ട് മടി പിടിച്ച് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഒരു യൂട്യൂബ് വ്യൂവർ പറഞ്ഞു തന്നു മിക്സിയിൽ അടിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഒരു പഴയ മിക്സി തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടാവാം ഇനി നാളെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മണ്ണിൽ എപ്പോഴും ഈർപ്പുണ്ടാവണം, എന്നാൽ വെള്ളം കെട്ടിക്കെടുക്കാനും പാടില്ല. കായകൾ പിടിക്കുന്ന സമയത്ത് നന കുറഞ്ഞ കായകൾക്ക് കയ്പ്പ് വരുന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇവിടെ ആ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഞാൻ നനയ്ക്കുന്നുണ്ട് ഡെയിലി. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നനയില്ലാത്ത പ്രശ്നം വരില്ല. പിന്നെ വളത്തിൻ്റെ കാര്യം പറയണത്, കടലപ്പിണ്ണാക്ക് ചാണക ലായനി പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് വള്ളി വീശാൻ സഹായിക്കുന്നതാണ്. ഇതിപ്പോൾ വള്ളിയൊക്കെ വീശിയിട്ടുണ്ട്, ചാണകവും കടലപ്പിണ്ണാക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിപ്പിച്ചിട്ടില്ല, പുളിപ്പിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒരു സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ കായ പിടിച്ചു തുടങ്ങുമ്പോൾ ചാരം വിതറുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അതൊരു പണിയാണ്. കാരണം ഇപ്പോൾ ഇവിടെ വീട്ടിൽ ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒക്കെ കാലത്ത് എവിടുന്ന് ചാരം കിട്ടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പോളിനേഷൻ്റെ കാര്യം പറയണത് ശരിയായിരിക്കാൻ തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണ കുറച്ചാഴ്ച മുമ്പാണ് ധാരാളം ആൺപൂക്കൾ ആദ്യം ഉണ്ടാവുക, പിന്നെ പെൺപൂക്കളുണ്ടായി. പെൺപൂക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കടക്കിൽ കൊച്ചു കായകൾ കാണും, പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ തേനീച്ചകൾ കുറവാണെങ്കിൽ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് വിരിഞ്ഞ ആൺപൂവ് അടർത്തി പെൺപൂവിൻ്റെ നടുക്ക് ഉരസി കൊടുക്കുക, അപ്പോൾ പരാഗണം നടക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. പക്ഷെ ഇപ്പോൾ പൂവുണ്ടായിട്ടില്ല, കഴിഞ്ഞതിൽ പൂവുണ്ടായതെല്ലാം കൊഴിഞ്ഞു, ചെടിയും പോയി. അപ്പോൾ ഇത് നല്ലൊരു വഴിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണ പരീക്ഷിച്ചിട്ടില്ല, കാരണം ഇവിടെ കുറേ ജാതി പ്രാണികളുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന്. പിന്നെ പൂക്കൾ വർദ്ധിപ്പിക്കാൻ വള്ളി ഏകദേശം 5-6 ഇല വന്നാൽ തലപ്പ് നുള്ളി വിടുന്നത് പ്രൂണിങ് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പാർശ്വവള്ളികൾ ഉണ്ടാവുന്നു. അങ്ങനെ പാർശ്വവള്ളികളിലാണ് ഇത്ര പെൺപൂക്കൾ കൂടുതലുണ്ടാവുന്നത്. കീടനിയന്ത്രണം ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. അതിവിടെ എല്ലാ ചെടികളും നശിച്ചു പോകണം, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ മത്തൻ വണ്ട് ഉണ്ടെങ്കിൽ ഇലകൾ തിന്ന് നശിപ്പിക്കുന്നതിനെ പിടിച്ച് മാറ്റാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ടതായിട്ട് ഓർക്കണില്ല അങ്ങനത്തെ ഒരു വണ്ടിനെ. ഉണ്ടെങ്കിലും പിടിച്ച് മാറ്റുന്ന അത്ര പ്രായോഗികമല്ല. വേപ്പെണ്ണ നേർപ്പിച്ച് തളിക്കാമെന്ന് പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്തിരുന്നു, കഴിഞ്ഞ തവണയും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാം. പിന്നെ കായീച്ച പറയുന്നുണ്ട്, അതിപ്പോൾ ഏതാ ഈച്ചയെന്ന് എനിക്കറിയില്ല. അതിനെ അകറ്റാൻ ഫെറോമോൺ കെണികൾ, അതൊക്കെ ഞാൻ പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഫെറോമോൺ കെണികളൊക്കെ. പക്ഷെ അതിവിടെ കിട്ടുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. കായകളുണ്ടായ ഉടനെ തന്നെ പ്ലാസ്റ്റിക് കവറോ പേപ്പറോ കൊണ്ട് പൊതിയുന്നത് നല്ലതാണ്, അതെനിക്ക് നല്ല പരിചയമുള്ള പരിപാടിയാണ്. പക്ഷേ ഇത്തവണ കായ ഉണ്ടായി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടുമില്ല. അത് സാധാരണ സ്ഥിരമായിട്ട് ചെയ്യാറ് പാവൽ അഥവാ കയ്പ്പയ്ക്കൊക്കെയാണ്. പാവലിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല അനുഭവമാണ്, കാരണം കവറിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പുഴു തിന്ന് പോകും. അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്, പലതവണ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വള്ളി ഒരുക്കുന്നതിൽ പ്രൂണിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു നേരത്തെ. പിന്നെ പടരാൻ സൗകര്യം കൊടുക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ ഞാനിവിടെ മതിലിൻ്റെ മുകളിലാണ് പടർത്തുന്നത്. അവർ പറഞ്ഞിരിക്കണേ നിലത്ത് പടരുന്നത്, പണ്ട് ചെറുപ്പത്തിലൊക്കെ വയലിലാണ് വെള്ളരി ഉണ്ടാവുന്നത് കണ്ടിരിക്കണേ. പക്ഷെ ഇവർ പറയണ പന്തലിട്ട് കൊടുക്കുന്നതാണ് നല്ലതെന്ന്. അതായത് നിലത്താവുമ്പോൾ കായകൾ ചീഞ്ഞു പോകാതിരിക്കാനും
കീടബാധ കുറയ്ക്കാനൊക്കെ പന്തലാണ് നല്ലതെന്ന് പറയുന്നു. പക്ഷേ കുറച്ച് മെനക്കെടാണ്. പക്ഷേ ഇവിടെ കായ ഉണ്ടായിട്ടില്ലേ ചീഞ്ഞു പോകുന്നതിനെ പറ്റി ചിന്തിക്കാനാവുള്ളൂ. മാത്രമല്ല ഈ മതിലൊക്കെ പടത്തുമ്പോൾ കായ ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. കാരണം വെള്ളരിക്ക ഉണ്ടാവുകയാണെങ്കിൽ വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പന്തലിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ വള്ളി താങ്ങുമെന്ന് എനിക്കറിയില്ല. ഇത് ഒരു പ്രായോഗിക നിർദ്ദേശമാണോ എന്നറിയില്ല. പണ്ടൊക്കെ ആളുകൾ വളർത്തിയിരുന്ന വയലിലും പെരപ്പുറത്തൊക്കെയാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും വെള്ളരി വളരുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഉണ്ടായിട്ടുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പല പരീക്ഷണങ്ങളും മനസ്സിൽ കാണുന്നുണ്ട്. സഞ്ചി കെട്ടി തൂക്കിയിട്ട് കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കായ ഉണ്ടാവട്ടെ.